ഞാൻ അങ്ങനെയല്ല പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നത്. എന്നോട് ചോദിച്ചു, ഈ തെരഞ്ഞെടുപ്പെല്ലാം വരാൻ വേണ്ടി പോവുകയാണല്ലോ, നേമം മണ്ഡലത്തിൽ എന്താ സ്ഥിതി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത്, നേമം മണ്ഡലത്തിൽ ആര് മത്സരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് എൻ്റെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. മറ്റു ചില പാർട്ടികൾ ചെയ്യുന്ന പോലെ സ്വന്തമായിട്ട് നേമത്ത് ഞാൻ മത്സരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരാവകാശങ്ങൾ എനിക്കില്ല. എന്ന് മാത്രമല്ല, ഞാൻ 3 പ്രാവശ്യം അവിടെ മത്സരിച്ചു. ഒരു പ്രാവശ്യം രാജഗോപാലിനെ പരാജയപ്പെടുത്തി, മറ്റു പ്രാവശ്യം നമ്മുടെ കുമ്മനം രാജശേഖരൻ സാറിനെ പരാജയപ്പെടുത്തി, ഒരു പ്രാവശ്യം ഞാൻ പരാജയപ്പെട്ടു. ഇത് അവിടുത്തെ നിയമത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ 2-3 ടേമിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചെന്നാണ് പറഞ്ഞത്. അത് അല്ലാതെ നിയമത്തിൽ ഞാൻ ഇല്ലെന്നോ ഉണ്ടെന്നോ സ്വന്തമായി പ്രഖ്യാപിക്കാനുള്ള അവകാശം സംഘടനാപരമായും പാർട്ടിപരമായും എനിക്കില്ല. അത് തെറ്റായ ഒരു വാർത്ത അത് പറഞ്ഞതാണ്. ഞാൻ വീണ്ടും അത് എടുത്ത് ആ പറഞ്ഞ വാർത്ത ടെലിവിഷനിൽ വന്നത് റെക്കോർഡ് ചെയ്തെടുത്ത് നോക്കിയപ്പോൾ നേരിൽ കേൾക്കുമ്പോൾ അതിലൊരു പ്രശ്നം കാണുന്നില്ല. പക്ഷേ നിയമമെന്ന് പറഞ്ഞ ശേഷം നിർത്തിയ ശേഷം പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പാർട്ടിയാണ് അതിൽ നിയമത്ത് മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. നിയമത്ത് മാത്രമല്ല, കേരളത്തിൽ LDFും CPMും മത്സരിക്കുന്ന ഏത് മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതും മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയും CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയുമാണ് തീരുമാനിക്കുന്നത്. BJPയിലും കോൺഗ്രസ്സിലും ആണെങ്കിൽ സ്വന്തമായിട്ട് തന്നെ സ്ഥാനാർത്ഥികളെ മത്സരിക്കാൻ വേണ്ടി പ്രഖ്യാപിക്കാൻ ഉള്ള അവകാശമുണ്ട്. ഇനി എന്താണ് ഇങ്ങനെ ഉണ്ടായത് എന്നെ സംബന്ധിച്ചത് എനിക്കറിയില്ല. ബോധപൂർവം ആരെങ്കിലും ഒരു ചർച്ച ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഇടയിൽ ഒരു പരിശ്രമം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞാൻ സംശയിക്കുകയാണ്. പാർട്ടിയുടെ തീരുമാനം, ഞങ്ങൾ ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ തീരുമാനിച്ചാൽ മത്സരിക്കുന്നതെന്നോ മത്സരിക്കില്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഞങ്ങളെ പാർട്ടിയിൽ ആ കാര്യങ്ങളും തീരുമാനിച്ചിട്ടേ ഇല്ല. വെറുതെ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഈ തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചത്. CPMന്റെ സംഘടനാ രീതി അനുസരിച്ചുകൊണ്ട് ടൈം വ്യവസ്ഥ കൃത്യമായി പാലിച്ചു പോകുന്ന സംഘടനയും മുന്നണിയുമാണ്. 3 തവണ താങ്കൾ മത്സരിച്ചു. ഇത്തവണ മത്സരരംഗത്തുണ്ടാകില്ല എന്നുള്ളതാണോ? ഞങ്ങളുടെ ആ ടേമിൻ്റെ കാര്യത്തിലും ക്രൈറ്റീരിയയുടെ കാര്യത്തിലും തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ഏതെല്ലാം വിഭാഗത്തിൽപ്പെട്ടവരാണ്, എങ്ങനെയായിരിക്കും സംബന്ധിച്ചുള്ളതൊന്നും പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഒന്നും തീരുമാനിച്ചിട്ടില്ല. തീരുമാനിക്കാത്തൊരു കാര്യം എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അവിടെ BJP വലിയ മുന്നേറ്റമാണ് മണ്ഡലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വിജയസാധ്യതയെ എന്തെങ്കിലും ആശങ്കപ്പെടുത്തുന്നുണ്ടോ ഇടതുമുന്നണിയെ സംബന്ധിച്ച്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അസംബ്ലിയിൽ മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി കഴിയും, മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലുണ്ടായിട്ടുള്ള റിസൾട്ട് അല്ലായിരിക്കും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ 101 കോർപ്പറേഷൻ വാർഡ് വെറും 2000-3000 വോട്ടിൻ്റെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അവർ 50 സീറ്റ് ജയിച്ചെങ്കിൽ പോലും. അപ്പോൾ അതൊന്നും ഞങ്ങൾക്കൊരു വിഷയമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. പാർലമെൻറ്റിൽ ഒരു വോട്ട് പാറ്റേണാണ്, തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ മറ്റൊന്നാണ്, നിയമസഭയിലും മറ്റൊന്നാണ്. ആ നിലയിൽ കണ്ടാൽ മതിയാവും. BJP സംസ്ഥാന അധ്യക്ഷൻ അവിടെ മത്സരിക്കുമെന്ന് മുൻകൂട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവിടെ ഒരു വലിയ ശക്തമായ മത്സരം തന്നെ നടക്കും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും, ശക്തമായി തന്നെ മത്സരിക്കും. LDF സീറ്റ് അവിടെ നിലനിർത്തും. BJPക്ക് ക്ലോസ് ചെയ്ത സീറ്റ് ഇനി അക്കൗണ്ട് ക്ലോസ് ചെയ്തതാണ്. ഇനി അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി വലിയ പ്രയാസമായിരിക്കും.